ഫ്രണ്ട്സ്, ഞാൻ വൈശാഖ് പട്ടാമ്പി. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പട്ടാമ്പി പുഴയോട് തൊട്ട് ചെറിയൊരു പാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ പാർക്കിൻ്റെ കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഗുരുവായൂരമ്പലത്തിൻ്റെ സൈഡ് ഭാഗത്താണ് വരുന്നത്. ഇതിൻ്റെ എൻട്രി വരുന്നത് നമ്മുടെ പട്ടാമ്പി കമാനത്തിൻ്റെ അവിടുന്ന് നമ്മുടെ കിഴായൂർ റോഡുണ്ട്. ആ റോഡിന് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഒരു പാർട്ടി ഓഫീസിന് തൊട്ടാണ് ഇങ്ങോട്ടുള്ള എൻട്രി വരുന്നത്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്ക് പുഴയുടെ വ്യൂ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നൊരു പോർഷനാണ് കേട്ടോ ഈ ഒരു ഏരിയ വരുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് നമ്മുടെ ഒരു പുഴയുടെ വ്യൂ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആയിരുന്നു. നമുക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ കാണാൻ പറ്റും, കിഴായൂർ റോഡിനായിരുന്നു വ്യൂ പോയിൻ്റ്. ഇപ്പോൾ ഈ ഒരു പാർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പുഴയുടെ നല്ലൊരു സീനറിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വയ്ക്കുന്ന ഫ്ലവർ ബട്ടർഫ്ലൈയുടെ രൂപമാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടോ. അതാണല്ലേ, അത് അവിടെ ഈ ഭാഗത്താണ് ഗുരുവായൂരമ്പലം വരുന്നത്. അപ്പോൾ അത് അവിടെ ഈ മതിലുമൊക്കെ അത്യാവശ്യം നല്ല ഡ്രോയിങ് വർക്കൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്കായിട്ട് അത് അവിടെ ഡ്രോയിങ് വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി കാഴ്ചകളിപ്പോൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, കണ്ടു. അതുപോലെ തന്നെ നല്ല ഒറിജിനാലിറ്റിയോട് കൂടി തന്നെയാണ് കേട്ടോ ഇവിടെ ഡ്രോയിങ് എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാർക്ക് വന്നു കഴിഞ്ഞാൽ പട്ടാമ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് കേട്ടോ വരാൻ പോകുന്നത്. നമ്മുടെ പട്ടാമ്പിക്കാർക്ക് ആ ഒരു കുറവുണ്ടായിരുന്നു. കാരണം നമുക്ക് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പാർക്ക് വരുന്നത് വെള്ളിയാങ്കല്ലാണ്. പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലോങ്ങാണ്. ഇത് വന്നു കഴിഞ്ഞാൽ കുട്ടികളായിട്ട് വൈകുന്നേരം സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ ഫെസ്റ്റിവൽ ടൈമിലൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ എൻ്റെ കൂടെ ഏട്ടൻ്റെ കുട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടപ്പോൾ ഞായറാഴ്ചയായിട്ട് വീട്ടിൽ ബോറടിച്ചിരിക്കുന്ന നേരത്തെ ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ കാഴ്ച ഇതിപ്പോൾ ഇവിടെ ഉണ്ടെന്ന് അറിയാതെ ഏത് വഴി അതിൻ്റെ എൻട്രി കാര്യങ്ങളൊന്നും അറിയണമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയതാണ്. അതിൻ്റെ കുറച്ച് ഇവിടെയൊക്കെ കട്ട വിരിച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും പാർക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഭാഗത്ത്. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും എന്താ പറയുക ഈ ഒരു വിശാലമായ രീതിക്ക് കാണാൻ പറ്റില്ല. അത്രയും നല്ലൊരു ഏരിയയാണ്. അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ വലിയ സ്പോട്ടാണ് കേട്ടത്. ഒറിജിനാലിറ്റി തന്നെയാണ് ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
ശരിക്കും വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോർഷൻ വരുന്നത് ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ഒരു പോർഷൻ വരുന്നത് നമ്മുടെ നാട്ടിലാണ് കേട്ടോ. അവിടെ പെരുമുടിയിൽ അവിടെ ഭാഗമാണ്. നല്ല മനോഹരമായിട്ട് വരച്ചിട്ടുണ്ട്. ഇപ്പോൾ കരിമീനുകൾ കാണിച്ചാലും ട്രൈ പോകണല്ലോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒപ്പന, കൈകൊട്ടിക്കളിയുടെ മാർഗംകളിയല്ലേ? അതെ അതെ, നമ്മുടെ തിരുവാതിരക്കളി, ഇവിടെ ഡ്രോയിങ് ആണോണ്ടിരിക്കുന്നത്. അവൻ്റെ വർഷത്തെ ചെറിയ ടോണൊക്കെ അടിക്കുമ്പോൾ ആദ്യം ബാക്ക്ഗ്രൗണ്ട് പിന്നെ അതിൻ്റെ ബേസൊക്കെ ഒരുപാട് അടിച്ചിട്ടുണ്ട്. അതിൽ പകുതി പോകുന്നില്ല. അങ്ങനെ ഇതിവിടെ ചില ഭാഗങ്ങൾ മാത്രം ചെയ്യാനുണ്ട്. ബാക്കിയുള്ള ചില ഏരിയകൾ ഇതപ്പോൾ ഇവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഫിനിഷിങ് ആവാറായിട്ടുണ്ട് കേട്ടോ. ഇതാ അടിപൊളിയായിട്ടുണ്ട്. നോക്കി ഫ്രണ്ട്സ്, ഭരതനാട്യം, കഥകളി, അല്ല കഥകളി അല്ലല്ലോ, സോറി, ഓട്ടം തുള്ളത്. ഇതെന്താ ഇപ്പോൾ ഇത് സംഭവം? ഇതറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇതും അത് ഒന്നല്ലേ? അല്ലേ അതെ, ഇത് എന്താ? അതെ അതെ, കലാരൂപങ്ങളുടെ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള സീനറിയാണ് കേട്ടോ ഇവിടെ വരച്ച് വെച്ചിട്ടുള്ളത്. വാവ്, നല്ല ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഫിനിഷിങ്ങും ഉണ്ട്. നമ്മുടെ നാരായണത്ത് പ്രാന്തൻ്റെ വരച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ രാജനെല്ലൂർ നാരായണത്ത് പ്രാന്തൻ്റെ അവിടുത്തെ അടിപൊളിയിലെ പക്ക. അതുപോലെ നമ്മുടെ പട്ടാമ്പി പാലത്തു നിന്നുള്ള വ്യൂ കേട്ടോ. എൻ്റെ പൊന്നെ, പക്ക ഒറിജിനാലിറ്റി. നമ്മുടെ പാലം, ചോലക്കൽ ഓഡിറ്റോറിയം, അങ്ങനെ ഒരു ഭാഗങ്ങൾ കറക്റ്റ് അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഷാഡോ വർക്കും കറക്റ്റായിട്ടുണ്ട്. അതാ നേരെ കാണില്ല കേട്ടോ. നമുക്ക് ഇതിൽ എൻട്രി വരുന്നത്, നമ്മളിപ്പോൾ ഒരു മധുര ചാടിയിട്ടാണ് വന്നത്, വഴിയില്ലാത്തതുകൊണ്ട്. ഇത് ഇവിടുന്ന് നേരെയുള്ള പുഴ യൂട്യൂബിൽ കാണാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പട്ടാമ്പിയുടെ രൂപം തന്നെ മാറ്റാൻ പോകുന്ന ഈ ഒരു പാർക്കിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.